ഒടുവിൽ കർണാടക മുഖ്യമന്ത്രി പദമൊഴിഞ്ഞ് സിദ്ധരാമയ്യ ലോക്ഭവനിലെത്തി. സിദ്ധരാമയ്യ രാജിക്കത്ത് കൈമാറി. ഡി.കെ. ശിവകുമാറാകും അടുത്ത മുഖ്യമന്ത്രി. ദേശീയ നേതൃത്വത്തെ അനുസരിക്കുമെന്ന് സിദ്ധരാമയ്യ നേരത്തെ പ്രതികരിച്ചിരുന്നു. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, അങ്ങനെ സിദ്ധരാമയ്യ രാജിക്കത്ത് കൈമാറിയിരിക്കുകയാണ്. ഡി.കെ. ശിവകുമാറാണ് പുതിയ മുഖ്യമന്ത്രി. തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ ഉണ്ടായിരുന്ന ഉടമ്പടിയായിരുന്നു. പക്ഷേ 2.5 വർഷം കഴിഞ്ഞ് പിന്നീടും 6 മാസം കൂടി എടുക്കുകയായിരുന്നു സിദ്ധരാമയ്യ എന്നുള്ളതാണ്. എന്തായിരുന്നു വിവരങ്ങൾ? രോഹിണി, കർണാടകയിൽ സിദ്ധരാമയ്യ യുഗം അവസാനിച്ചിരിക്കുന്നു. ഇനി ഡി.കെ. ശിവകുമാർ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അല്പസമയം മുമ്പാണ് സിദ്ധരാമയ്യ ലോക്ഭവനിലെത്തി ക്യാബിനറ്റ് സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയത്. നിലവിൽ ഗവർണർ ലോക്ഭവനിലില്ല. അദ്ദേഹത്തിന്റെ സ്വദേശത്തേക്ക് മധ്യപ്രദേശിലേക്ക് പോയിരിക്കുകയാണ്. ഇന്ന് രാത്രിയോടുകൂടി അദ്ദേഹം മടങ്ങിയെത്തും. അതിനുശേഷം മാത്രമായിരിക്കും രാജി അംഗീകരിക്കുക. തുടർന്നായിരിക്കും ഡി.കെ. ശിവകുമാറിൻ്റെ സത്യപ്രതിജ്ഞ. ഏതാണ്ട് 4 ദിവസത്തിനുള്ളിൽ ഡി.കെ. ശിവകുമാറിൻ്റെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം തൻ്റെ മകനെ ഉപമുഖ്യമന്ത്രിയാക്കണമെന്നുള്ള ഉപാധി സിദ്ധരാമയ്യ മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ് ലഭ്യമായ സൂചനകൾ. വേറെയും ഉപമുഖ്യമന്ത്രിമാർ ജി പരമേശ്വര അടക്കമുള്ള ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകുമെന്നുള്ള സൂചനകളും ലഭ്യമാകുന്നുണ്ട്. ഏതായാലും AICC നേതൃത്വത്തെ കാണാൻ വേണ്ടി സിദ്ധരാമയ്യ ഡൽഹിക്ക് വരാനിരിക്കുകയാണ്. ഡൽഹിയിൽ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടക്കുമെന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. കഴിഞ്ഞ ദിവസം ഡി.കെ. ശിവകുമാറിനെയും സിദ്ധരാമയ്യയും AICC നേതൃത്വം ഡൽഹിക്ക് വിളിപ്പിച്ചിരുന്നു. ഇരു നേതാക്കളുമായും ചർച്ച നടത്തിയിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ 2.5 വർഷം സിദ്ധരാമയ്യ ഭരിക്കും, പിന്നീടുള്ള 2.5 വർഷം ഡി.കെ. ശിവകുമാർ ഭരിക്കുമെന്നായിരുന്നു AICC നേതൃത്വം മുന്നോട്ട് വെച്ചിരുന്ന ഒരു ധാരണ. എന്നാൽ ആ ധാരണ തെറ്റിച്ചുകൊണ്ട് 3 വർഷക്കാലം സിദ്ധരാമയ്യ ഭരിച്ചിരുന്നു. കഴിഞ്ഞ നവംബർ മുതൽ ഇതിനുവേണ്ടി ഡി.കെ. ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി വാളോങ്ങി നിൽക്കുകയായിരുന്നു. പല തരത്തിലുള്ള സമ്മർദ്ദങ്ങളും നടത്തിയിരുന്നു. എന്നാൽ ആ സമ്മർദ്ദങ്ങൾക്കൊന്നും സിദ്ധരാമയ്യ വഴങ്ങിയിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. AICC നേതൃത്വം ആവശ്യപ്പെട്ടാൽ മാത്രമേ താൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുള്ളൂ എന്നുള്ളതായിരുന്നു സിദ്ധരാമയ്യയുടെ തീരുമാനം. അങ്ങനെ AICC നേതൃത്വം അതിന് തയ്യാറായിരുന്നില്ല എന്നുള്ളതും മറ്റൊരു വെല്ലുവിളിയായിരുന്നു ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം. ഒടുവിൽ ശിവകുമാറിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് AICC നേതൃത്വം വഴങ്ങാതെ മറ്റു പോംവഴികളില്ല എന്നുള്ളതായിരുന്നു. അതായത് പരസ്യ പ്രതികരണങ്ങൾ വിലക്കിയിരുന്നു AICC നേതൃത്വമെങ്കിലും പരസ്യ പ്രതികരണങ്ങൾക്ക് ഇരു വിഭാഗവും, സിദ്ധരാമയ്യ വിഭാഗവും ഡി.കെ. ശിവകുമാർ വിഭാഗവും തയ്യാറായതോടുകൂടിയാണ് AICC നേതൃത്വത്തിന് മറ്റ് പോംവഴികളില്ലാതെ ഇരു നേതാക്കളെയും ചർച്ചയ്ക്ക് വിളിക്കുകയും സിദ്ധരാമയ്യയുടെ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തത്. ഏതായാലും ഇന്നലെ നടന്ന ചർച്ചയിലാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു അന്തിമ തീരുമാനത്തിലേക്ക് AICC നേതൃത്വം എത്തിയത്. കേരളത്തിൽ നമുക്കറിയാം മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള വലിയ സംഘർഷങ്ങളും വലിയ തർക്കങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിനൊടുവിൽ AICC നേതൃത്വം എടുത്ത തീരുമാനത്തിലേക്ക് കേരള ഘടകം എത്തുകയായിരുന്നു. ആ തീരുമാനത്തിലേക്ക് മറ്റ് നേതാക്കൾ KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ എത്തുകയായിരുന്നു. സമാനമായ രീതിയിൽ വലിയ തർക്കങ്ങളായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ളത്. ഒടുവിൽ AICC നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ AICC നേതൃത്വത്തിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് സിദ്ധരാമയ്യ വഴങ്ങിക്കൊടുത്തു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ സിദ്ധരാമയ്യ തൻ്റെ വീട്ടിലേക്ക് ഒരു വിരുന്നിനായി മന്ത്രിമാരെ ക്ഷണിച്ചിരുന്നു. അതിൽ ഡി.കെ. ശിവകുമാറും പങ്കെടുത്തിരുന്നു. ഡി.കെ. ശിവകുമാർ സിദ്ധരാമയ്യയുടെ കാല് തൊട്ട് വന്ദിക്കുന്ന ചിത്രങ്ങളൊക്കെ ഇതിനോടകം തന്നെ പ്രചരിക്കുന്നുണ്ട്. ഏതായാലും ഈ വിരുന്നിൽ വെച്ചാണ് മന്ത്രിമാരോട് താൻ സ്ഥാനമൊഴിയുന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിയത്. ഈ തൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്നും പുറത്തേക്കിറങ്ങിയ സിദ്ധരാമയ്യ വളരെ വികാര നിർവകനായിട്ടാണ് അദ്ദേഹം മാധ്യമങ്ങളോടടക്കം പ്രതികരിച്ചത്. ഏതാണ്ട് 8 വർഷക്കാലം കർണാടകത്തിൽ സിദ്ധരാമയ്യ അധികാരത്തിലിരുന്നു. ആദ്യം 5 വർഷം, പിന്നീട് ഇപ്പോൾ 3 വർഷം. ദക്ഷിണേന്ത്യയിൽ നിന്നുമുള്ള ഒരു OBC മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ സ്ഥാനമൊഴിയുന്നത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. ഏതായാലും ഡി.കെ. ശിവകുമാറിൻ്റെ തന്ത്രങ്ങൾ ഒടുവിൽ ഫലം കണ്ടു. ഇനി കർണാടകയുടെ അടുത്ത മുഖ്യമന്ത്രിയായി ഡി.കെ. ശിവകുമാർ ഉടൻ ചുമതലയേൽക്കും. ശരി, എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.